65 വയസ്സായപ്പോഴാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുന്നത്. അപ്പോൾ ഹാനോക്ക് 65 വയസ്സ് വരെ ദൈവത്തോടുകൂടെ നടന്നില്ലേ, അതോ നടന്നോ എന്നൊരു ചോദ്യമുണ്ട്. പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു 65 വയസ്സ് വരെയും ദൈവത്തോടുകൂടെ നടന്നിരുന്നു. ദൈവത്തോടുകൂടെ നടക്കാത്തൊരു മനുഷ്യന് ദൈവം തൻ്റെ അരുളപ്പാടുകൾ വെളിപ്പെടുത്തത്തില്ല. ദൈവം തൻ്റെ ആലോചന അങ്ങനെയല്ലാത്തൊരു മനുഷ്യന് വെളിപ്പെടുത്തത്തില്ല. എന്നാൽ 65 വയസ്സായപ്പോൾ തനിക്ക് ലഭിച്ചൊരു പ്രത്യേക വെളിപ്പാടിനെ ആസ്പദമാക്കി താൻ ദൈവത്തോട് ചേർന്ന് നടക്കാൻ തുടങ്ങി, വളരെ അടുത്ത് നടക്കാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിലും ദൈവത്തോടു കൂടെ നടക്കാം, ദൈവത്തോടു കൂടെ വളരെ അടുത്ത് നടക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. നാം ദൈവത്തോടു കൂടെ നടക്കുന്നവരാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ദൈവത്തോടു കൂടെ അടുത്ത് നടക്കുന്നതായിട്ട് നമുക്ക് തന്നെ അനുഭവപ്പെടും. ഇവിടെ എന്തുകൊണ്ടാണ് ഈ 65 വയസ്സായപ്പോൾ ഈ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ ആരംഭിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ പഠനത്തിൻ്റെ പ്രസക്തി വരുന്നത്. നോക്കാം, ഇവിടെ ഒരു പ്രത്യേക വെളിപ്പാട് ദൈവം കൊടുത്തു. എന്താണ് ആ വെളിപ്പാട്? ഈ 7ാമത്തെ തലമുറ വന്നപ്പോൾ വാസ്തവത്തിൽ ലോകം വഷളത്വത്തിലേക്ക് നിറയുകയാണ്. നോഹയുടെ കാലഘട്ടത്തിൽ ന്യായവിധി കടന്നു വരുവാൻ തക്കവണ്ണമുള്ള സാഹചര്യം ലോകത്തിൽ ഒരുങ്ങുന്നത് 7ാമത്തെ തലമുറ വരുമ്പോഴാണ്. ഈ 7ാമത്തെ തലമുറ വന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തുകയാണ്, ഞാൻ ലോകത്തെ ന്യായം വിധിക്കാൻ പോവുകയാണ്. എങ്ങനെയത് മനസ്സിലാക്കാൻ സാധിക്കും? ഈ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവനൊരു പ്രവാചകനാണെന്നുള്ളത് നമ്മൾ യൂദായുടെ ലേഖനത്തിൽ നിന്ന് ഓർത്തു. അവനൊരു മകൻ ജനിക്കുന്നു. ആ മകൻ്റെ പേരാണ് മെഥൂശലേഹ്. എന്തുകൊണ്ടാണ് ആ പേര് കൊടുത്തത്? മെഥൂശലേഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. വെൻ ഹീ ഈസ് ഡെഡ് ഇറ്റ് ഷാൽ ബി സെന്റ്. ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. നിനക്കിപ്പോൾ ജനിച്ച കുഞ്ഞുണ്ടല്ലോ, ഈ കുഞ്ഞ് മരിക്കുമ്പോൾ ആ ന്യായവിധി ലോകത്തിൽ കടന്നു വരും. നമ്മൾ ഈ ഭാഗം ഒന്ന് അപഗ്രഥിച്ച് പഠിച്ചാൽ മെഥൂശലേഹ് മരിച്ചു, ജലപ്രളയം ലോകത്തിൽ കടന്നു വന്നു. അപ്പൊ ദൈവം വളരെ വ്യക്തമായി ഹാനോക്കിനൊരു വെളിപ്പാട് കൊടുത്തു. നിനക്കിപ്പോൾ ജനിച്ച മകൻ മരിക്കും, മരിച്ചു കഴിയുമ്പോൾ ഞാൻ ആ വലിയ ന്യായവിധി ലോകത്തിൽ അയക്കും എന്നുള്ളത് വെളിപ്പെടുത്തി. ഈ വെളിപ്പാട് കിട്ടിയപ്പോൾ, എനിക്കൊരു മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ വെളിപ്പാട് എനിക്ക് ദൈവം തരികയാണെങ്കിൽ ഞാൻ ഓരോ ദിവസവും ദൈവത്തോടു കൂടെ നടക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഈ മെഥൂശലേഹ് ജനിച്ച ശേഷം നമ്മൾ ഓർത്തു, 7ാമത്തെ തലമുറയായപ്പോൾ പാപം അതിൻ്റെ ഔന്നത്യത്തിലെത്തി. ദൈവം ലോകത്തെ ന്യായം വിധിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ഹാനോക്കിന്, ദൈവത്തോടു കൂടെ നടന്ന മനുഷ്യന്. അതായത്, നിന്റെ ഈ മകനുണ്ടല്ലോ, ഇവൻ മരിക്കുമ്പോൾ ന്യായവിധി ലോകത്തിൽ വരാൻ പോവുകയാണ്. ഇനി നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ മെഥൂശലേഹിന് ഒരു മകൻ ജനിക്കുന്നു. ആരാണത്? 25ാമത്തെ വാക്യം നോക്കി, ഉൽപ്പത്തി 5:25. മെഥൂശലേഹിന് 187 വയസ്സായപ്പോൾ അവൻ ലാമക്കിനെ ജനിപ്പിച്ചു. നോക്കാം, ഈ വംശത്തിൽ ഒരു ലാമക്കുണ്ട്. ലാമക്കിന്റെ മകന്റെ പേരെന്താണ്? 28ാം വാക്യം നോക്കിയേ. ലാമക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ കൈകളുടെ പ്രവൃത്തിയിലും അവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നോഹ ആരാണപ്പോൾ? ഈ മെഥൂശലേഹിന്റെ കൊച്ചുമകനാണ് നോഹ. അല്ലെങ്കിൽ നോഹയുടെ വെല്ലുപ്പച്ചനാണ് ആര്? മെഥൂശലേഹ്. മറക്കരുത്. നോക്കുക, ശേത്തിന്റെ വംശത്തിൽ 7ാമതായി ജനിച്ചത് ആരാണ്? ഹാനോക്കാണ്. ഹാനോക്കിന്റെ മകനാണ് മെഥൂശലേഹ്. മെഥൂശലേഹിന്റെ കൊച്ചുമകനാണ് ആര്? നോഹ. നോഹയുടെ കാലത്ത് ജലപ്രളയം വരുമ്പോൾ നോഹയുടെ മുന്നിൽ ഒരു അടയാളമുണ്ട്. എൻ്റെ വെല്ലുപ്പച്ചൻ, നോഹയുടെ വെല്ലുപ്പച്ചൻ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, നോഹയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നോഹ ഇത്ര ഉറപ്പോടുകൂടെ ഈ തനിയെ നിന്നുകൊണ്ട് ഈ പെട്ടകം ഈ വിധത്തിൽ ഒരുക്കിയെടുക്കുവാൻ ഈ ഒരു മനുഷ്യൻ തനിയെ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അതിൻ്റെ പുറകിലുള്ള പ്രവൃത്തിയും തൻ്റെ പിറകിലുണ്ടായിരുന്ന ഒരു പ്രേരണശക്തിയുമുണ്ട്. എന്താണ് ആ പ്രേരണശക്തി? ആ പ്രേരണശക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഈ നോഹയ്ക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും തൻ്റെ വെല്ലുപ്പച്ചൻ പ്രായമാകുന്ന കാണുവാൻ കഴിഞ്ഞിരുന്നു. നമ്മളൊന്ന് ആലോചിക്കണം, ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും അധികം ആയുസ്സോടെ ജീവിച്ച മനുഷ്യൻ ആരാണ്? മെഥൂശലേഹാണ്. എത്ര വർഷം ജീവിച്ചു? 969 വർഷം. കാരണം എന്നാ? ദൈവം ആയുസ് നീട്ടിക്കൊടുത്തു നോഹയുടെ വെല്ലുപ്പച്ചന്. അവൻ എപ്പോൾ മരിക്കുന്നോ അപ്പോൾ ന്യായവിധി വരും. അപ്പോൾ അവൻ്റെ പിതാക്കന്മാർ ജീവിച്ച ആയുസിനെക്കാട്ടിൽ നീണ്ടുപോവുകയാണ്. അവൻ നോഹയ്ക്കൊരു കാര്യം മനസ്സിലായി, എപ്പോൾ വേണമെങ്കിലും എൻ്റെ വെല്ലുപ്പച്ചൻ മരിക്കാം. എൻ്റെ വെല്ലുപ്പച്ചൻ മരിച്ചാൽ ഉടനെ ജലപ്രളയം വരും.
നോഹയുടെ ഉള്ളിൽ തൻ്റെ വല്യപ്പച്ചനെ കാണുമ്പോൾ തൻ്റെ ഹൃദയം കത്തുകയാണ്. എപ്പോൾ വേണമെങ്കിലും എൻ്റെ വല്യപ്പൻ മരിക്കാം. എൻ്റെ വല്യപ്പൻ എപ്പോൾ മരിച്ചോ അപ്പോൾ ന്യായവിധി കടന്നു വരും. ദൈവം പറഞ്ഞിട്ടുണ്ട്. താൻ പെട്ടകം ഒരുക്കുകയാണ്. നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വളരെ ചിന്തനീയമായൊരു വാക്യമാണ്. 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ഇംഗ്ലീഷിൽ വായിച്ചാൽ he was moved by fear, being warned of God, he was moved with fear. ദൈവം അവൻ അരുളപ്പാട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഭയം കൊണ്ട് ചലിച്ചു തുടങ്ങിയെന്ന he was moved with fear. ജലപ്രളയം വരുന്നു, ന്യായവിധി വരുന്നു. എൻ്റെ ഈ വല്യപ്പൻ മരിക്കുമ്പോൾ ആ ന്യായവിധി കടന്നു വരും. ഇനി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് യേശുക്രിസ്തു ഈ ഭാഗം എടുത്ത് ഉദ്ധരിക്കുകയാണ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കും. യേശുക്രിസ്തു അത് പറയുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചു നോക്കിയേ. യേശുക്രിസ്തു എപ്പോഴാണ് അത് പറയുന്നത്? യേശുക്രിസ്തു അത് പറയുന്നത് തൻ്റെ വരവിൻ്റെ ഒരു അടയാളം കൊടുത്ത ശേഷമാണ്. നിങ്ങൾ അത്യ നോക്കിയൊരു ഉപമ പഠിക്കണം. ഇസ്രായേൽ രാഷ്ട്രം വീണ്ടും തളിർത്ത് പൂക്കുന്നത് നിങ്ങൾ കണ്ടാൽ ഞാൻ അടുക്കലാണെന്ന് മനസ്സിലാകണം എന്ന് പറഞ്ഞിട്ട് നോഹയുടെ കാലം പോലെ തന്നെ സംഭവിക്കുന്ന കർത്താവ് പറയുമ്പോൾ നോഹയുടെ കാലത്ത് ഒരു അടയാളം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ വരവിന് മനസ്സിലാക്കാൻ അത്തിവൃക്ഷം യഹൂദ രാഷ്ട്രം ഒരു അടയാളമായിരിക്കുന്നത് പോലെ നോഹയുടെ കാലത്ത് ജലപ്രളയം എപ്പോൾ സംഭവിക്കുമെന്ന് ഒരടയാളം ദൈവം കൊടുത്തിരുന്നു. നോക്കുക, അന്നൊരടയാളം ഉണ്ടായിരുന്നു, ഇന്നും ഒരടയാളം നമ്മുടെ കൺമുമ്പിലുണ്ട്. നമുക്ക് സംശയമില്ല, അത്തിവൃക്ഷം യഹൂദ രാഷ്ട്രമാണ്. യോവേലിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യം സംശയമുള്ളവർ വായിച്ചാൽ മതി. വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നു, ഇസ്രായേൽ രാഷ്ട്രമാണ് അത്തിവൃക്ഷം. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച് 40 വർഷം കഴിഞ്ഞപ്പോൾ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ രാഷ്ട്രം ഇല്ലാതായി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ രാഷ്ട്രം വീണ്ടും തളുത്ത് പൂത്ത് ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ശക്തി കൂടിയ ഒരു രാഷ്ട്രമായി മാറി. ഏതാണ്ട് 21 ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ അവരെ ചുറ്റിക്കിടക്കുന്നു. അവരെ കൊന്നൊടുക്കുവാൻ ശ്രമിച്ചിട്ടും സാധ്യമല്ലാതെ ഒരു കൊച്ചു രാഷ്ട്രം ലോകത്തിൻ്റെ മധ്യത്തിൽ വിജയത്തിൻ്റെ കൊടി പറപ്പിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് ഒരടയാളമായി അവ നിലനിൽക്കുമ്പോൾ ഒരു കാര്യം മറക്കാതെ ഓർക്കണം. യേശുക്രിസ്തു പറഞ്ഞു, നോഹയുടെ കാലത്ത് നൽകപ്പെട്ടതുപോലെ ഒരു അടയാളമാണ് യേശുക്രിസ്തുവിന്റെ വരവിനോട് സമീപിച്ചിരിക്കുമ്പോൾ മനുഷ്യവർഗത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ അടയാളം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, നോഹ പെട്ടകം ഒരുക്കിയപ്പോൾ താൻ ഒരു നീതിപ്രസംഗിയായിരുന്നു. തൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു വിഷയം, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, എൻ്റെ വല്യപ്പച്ചൻ പ്രായമാകുന്നു, അവൻ മരിക്കാൻ സമയമായി. യേശുക്രിസ്തുവിന്റെ വരവിനോട് സമീപിച്ചിരിക്കുന്നവർക്കും പറയുവാനായിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞതുപോലെ അത്തിവൃക്ഷം തളിർത്തു, യേശുക്രിസ്തു ഏത് സമയത്തും മടങ്ങി വരാം. കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ വളരെ ഗൗരവമായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നോക്കുക, കയീന്റെ വംശം ലോകത്തിൻ്റെ പുറകെ പോയി. കയീന്റെ വംശം വിറ്റും നട്ടും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രതാപം മഹത്വത്തിൻ്റെ പുറകെ കടന്നുപോയി. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വംശമാണ് ശേത്തിന്റെ വംശം. അവർ ദൈവത്തെ ആരാധിച്ചു, മരണത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു. ആ വംശത്തിനാണ് ഈ ന്യായവിധിയെക്കുറിച്ചുള്ള വെളിപ്പാട് വെളിപ്പെടുത്തിയതും. ആ വംശമാണ് നോഹയെ പിറക്കുവാൻ ഇടയായി മാറിയതും ഒരു പെട്ടകം അവിടെ ഒരുക്കുവാനായിട്ട് ഇടയായി മാറിയതും. എന്നാൽ വലിയൊരു ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. എന്താ ചോദ്യമെന്നറിയാമോ? നോഹ പെട്ടകം ഒരുക്കി. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നോഹ പെട്ടകം ഒരുക്കിയപ്പോൾ ഈ ദൈവത്തെ ആരാധിച്ചിരുന്ന വംശമുണ്ടല്ലോ, ശേത്തിന്റെ വംശം, അവരെന്തുകൊണ്ടാണ് പെട്ടകത്തിൽ കയറാതിരുന്നത്? യെസ്, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുകയും. കായിന്റെ വംശം കയറിയില്ല, നമുക്കിത് മനസ്സിലാക്കാം. കായിന്റെ വംശം കയറിയില്ല, ഓക്കെ, അവർ ലോകമനുഷ്യരായി തീർന്നു, അവർ ദൈവത്തെ ആരാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ ജനമെന്ന് അഭിമാനിച്ചിരുന്ന ഈ ശേത്തിന്റെ വംശം എന്തുകൊണ്ട് പെട്ടകത്തിൽ കയറിയില്ല? വചനം വെളിപ്പെടുത്തുന്നു, അല്പജനം എന്ന് വെച്ചാൽ 8 പേര് പെട്ടകത്തിലൂടെ രക്ഷപ്രാപിച്ചു. അല്പജനം. ഏറിയ പങ്ക് എവിടെ കടന്നുപോയി? എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് ഓർപ്പിച്ചു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലാകും. നോഹയുടെ കാലത്തോടുള്ള ബന്ധത്തിൽ
വളരെ ഭയത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നോഹയുടെ കാലത്തെക്കുറിച്ച് വളരെയധികം പ്രസംഗങ്ങളുണ്ട്. നോഹയുടെ കാലത്തെക്കുറിച്ച്, നോഹയുടെ കാലഘട്ടത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ വളരെ വ്യക്തമായ ദൈവവചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതല്ല വിഷയം, അത് വേണമെങ്കിൽ ഞാൻ എടുക്കാം. എന്നാൽ നോക്കുക, ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ദൈവജനത്തോട് തന്നെയുള്ളൊരു വെല്ലുവിളിയാണ്. എന്താ കാരണം? ദൈവത്തെ അറിഞ്ഞു എന്ന് അഭിമാനിച്ച ഇവരെന്തുകൊണ്ട് ഈ പെട്ടകത്തിൽ കയറിയില്ല? യെസ്, ഇതൊരു ചോദ്യമാണ്. ഞാൻ ഒരുപാടിരുന്ന് ആലോചിച്ചു, ഒരുപാട് ദൈവജനത്തെ പരിശോധിച്ചു നോക്കി, എന്തുകൊണ്ടാണ് അവരവിടെ കയറാതിരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. അതിൻ്റെ മറുപടി ദൈവജനത്തിൽ തന്നെ കിട്ടി. യൂദയുടെ ലേഖനം എടുത്താട്ടെ. യൂദയുടെ ലേഖനം 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യൂദയുടെ ലേഖനം 11-ാം വാക്യം: അവർക്ക് അയ്യോ കഷ്ടം, അവർ കയീന്റെ വഴിയിൽ നടന്നു. യെസ്, woe to them, for they have gone in the way of Cain. കയീന്റെ വഴിയിലേക്ക് അവർ പോയി. ആര് പോയി? കയീന്റെ വഴിയിലുള്ളവർ കയീന്റെ വഴി പോയെന്നാണോ? അല്ല. ശേത്തിന്റെ വംശത്തിൽ കിടന്നവരും കയീന്റെ വഴിയിലേക്ക് കടന്നുപോയി. എന്താണ് കയീന്റെ വഴി? കയീന്റെ വഴി എന്താണ്? ഞാൻ എടുത്തു പറയാതെ ഓർപ്പിക്കട്ടെ. കയീനും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു യാഗം കൊണ്ടുവന്ന് അർപ്പിച്ചു. എന്തായിരുന്നു ആ യാഗം? നിലത്തിലെ വിളവുകളാണ്. തനിക്കാവശ്യം ഭൗമികമായ നന്മകളാണ്. ഈ നിലത്തിന്റെ വിളവുകളും കൊട്ടയിലെടുത്തുകൊണ്ട് വന്ന് ദൈവത്തിന് യാഗമായി അർപ്പിച്ചു. ദൈവം ആവശ്യപ്പെട്ടു, ഒരു ആട്ടിൻകുട്ടിയെ വേണം യാഗമർപ്പിക്കാൻ. യാഗത്തിന് ചോര ആവശ്യമാണ്. എന്നാൽ ചോരയില്ലാത്തൊരു യാഗം. എന്തിനാണ് അത് അർപ്പിച്ചു കൊടുത്തത്? താൻ കൃഷിക്കാരനാണ്, തൻ്റെ കൃഷി അനുഗ്രഹിക്കപ്പെടണം, തനിക്ക് ധാരാളം വിളവുണ്ടാകണം. ഞാൻ പറയുന്നത് ഭയത്തോടുകൂടെയാണ്. ഇന്ന് ക്രിസ്തീയ കോണത്തിൽ കേൾക്കുന്ന ഏറിയ പങ്ക് പ്രസംഗങ്ങളും ശ്രദ്ധിച്ചു നോക്കിയാൽ കയീന്റെ വഴിയിലേക്ക് മനുഷ്യൻ തിരിയുന്ന പ്രസംഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ക്രൂശില്ല. ഇങ്ങോട്ട് വന്നാൽ മതി കടം വീടും, ഇങ്ങോട്ട് വന്നാൽ മതി ഭൗമിക നന്മകൾ കിട്ടും, ഇങ്ങോട്ട് വന്നാൽ മതി ദൈവം അനുഗ്രഹിക്കും, ദൈവം നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും. വേദപുസ്തകം പറയുന്നുണ്ടോ പ്രയാസം മാറ്റിത്തരുമെന്ന്? ബൈബിൾ എന്താ പറയുന്നത്? ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. ഇവിടെ നമുക്ക് കഷ്ടമുണ്ട്, ഇവിടെ നമുക്കൊരു രാജ്യമില്ല, ഇവിടെ നമ്മൾ അന്യനാണ്, പരദേശികളാണ്. പത്രോസ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ നാം അല്പകാലം ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും, ഇഫ് നീഡ് ബി എന്നാണ് ഇംഗ്ലീഷിൽ, അത് നിങ്ങൾക്ക് ആവശ്യമായി വന്നാലും എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങൾ ഇവിടെ ഉണ്ട്, അത് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇന്ന് നമ്മൾ TV ഒന്ന് ഓൺ ചെയ്തേ, ലോകത്തിലാകമാനം, ലോകത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ലോകത്തിലാകമാനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസംഗം എന്താണ്? വാസ്തവത്തിൽ കയീന്റെ വഴിയിലേക്ക് പോകുന്നതാണ്. ക്രൂശില്ലാത്ത പ്രസംഗം. കരിസ്മറ്റിസത്തിൻ്റെയും ആവിർഭാവം കൊണ്ട് ഇന്ന് കേൾക്കുന്ന ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ ക്രൂശില്ലാത്ത, ചോരയില്ലാത്ത, അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും വേണ്ടിയുള്ള പ്രസംഗമാണ്. ഞാൻ ഓർത്തോട്ടെ, എത്രയോ സമൂഹം കബളിപ്പിക്കപ്പെടുന്നു. കർത്താവ് പറഞ്ഞ വാക്ക് ഓർമ്മയില്ലേ? അവൻ മടങ്ങി വരുമ്പോൾ വലിയൊരു സമൂഹം അവൻ്റെ അടുക്കൽ വന്ന് പറയും, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു. ഇതൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ കർത്താവ് എന്താ മറുപടി പറയുന്നത്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ നെവർ ന്യൂ ദീ, നിന്നെ ഞാൻ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ ഇവർ ഈ കർത്താവിൻ്റെ നാമത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് കേട്ടാൽ, രോഗസൗഖ്യമെന്ന് കേട്ടാൽ ആളുകൾ ഓടുകയാണ്. ഒരു കാര്യം മറക്കരുത്, മോശ ദൈവശക്തിയാൽ വടിയിട്ട് പാമ്പാക്കിയപ്പോൾ, മോശ ദൈവശക്തിയാൽ പല അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ, ഇസ്രയേലിലെ മന്ത്രവാദികളും പലത് അത്ഭുതങ്ങളോടെ ചെയ്തു. ദൈവം ചെയ്ത പല അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ മന്ത്രവാദികൾക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു. നമ്മൾ കബളിപ്പിക്കപ്പെടരുത്. വളരെ ഭയത്തോടുകൂടെ ഓർക്കുക. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ശേത്തിന്റെ വംശത്തിലുള്ളവർ, ദൈവത്തെ ആരാധിച്ചിരുന്നവരൊക്കെ അവരും കയീന്റെ വഴിയിലേക്ക് മാറിപ്പോയി. ഇന്ന് ലോകത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രവണത ഇതാണ്. നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7 തൊട്ടുള്ള വാക്യം വായിച്ചാൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അന്തിക്രിസ്തുവിന്റെ വരവ് വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ വഞ്ചനയോടും കൂടെ ആയിരിക്കും. മനുഷ്യൻ വളരെയധികം വഞ്ചിക്കപ്പെടുന്നു, കബളിപ്പിക്കപ്പെടുന്നു. ഇനി ഇവിടെ മറ്റൊരു സത്യം നോഹയുടെ കാലത്തുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നോഹയുടെ കാലത്ത് നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം തപ്പി നോക്കിയാൽ നമുക്ക് മറ്റൊരു സത്യം കാണാൻ കഴിയും. അത് ഇന്ന് പ്രബലമായിരിക്കും.
നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ആ ഭാഗം ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ കടന്നു വരട്ടെ. കായീന്റെ വംശം ദൈവത്തെ അറിയാത്തൊരു വംശം, ശേത്തിന്റെ വംശം ദൈവത്തെ അറിഞ്ഞൊരു വംശം, ദൈവത്തെ ആരാധിച്ചിരുന്നൊരു വംശം. എന്നാൽ പെട്ടകം തീർന്നു, പെട്ടകം ഒരുക്കി രക്ഷപ്പെടുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ കായീന്റെ വംശം കയറിയില്ല, നമുക്കതറിയാം. എന്നാൽ ശേത്തിന്റെ വംശത്തിൽ നിന്ന് കയറുവാൻ ആളുകളില്ല, വെറും 8 പേര് മാത്രം. യൂദായുടെ ലേഖനം 11-ാം വാക്യത്തിൽ ഓർപ്പിച്ചിരിക്കുന്ന പോലെ അവരൊക്കെ കായീന്റെ വഴിയിൽ പോയി. ഭൗമികമായ നേട്ടങ്ങളുടെ പിറകെ, ലോകത്തിന്റെ പ്രതാപത്തിന്റെ പിറകെ. നോക്കുക, വിശ്വാസികൾ, ദൈവജനം എന്ന് അഭിമാനിക്കുന്നവരൊക്കെ ഇന്ന് ഭൗമിക നന്മകൾക്കും ലോകത്തിന്റെ ഇമ്പങ്ങൾക്കും കായീന്റെ ആ സന്തതികൾ ജീവിക്കുന്ന പോലെ ആയിത്തീരുവാൻ അവർ പ്രവണത കൂട്ടുമ്പോൾ വളരെ ഭയത്തോടുകൂടെ ഇത് ഓർക്കുക. രണ്ടാമത്തെ കാര്യം, ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ വീണ്ടും ഈ നോഹയുടെ കാലത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം അവിടെയുണ്ട്. അതും ഭയത്തോടുകൂടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇയ്യോബിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം എടുത്താട്ടെ. ഇത് നോഹയുടെ ജലപ്രളയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിന്റെ 15 തൊട്ട് 17 വരെയുള്ള വാക്യം. ദുഷ്ടമനുഷ്യർ നടന്നിരിക്കുന്ന പുരാതന മാർഗം നീ പ്രമാണിക്കുമോ? കാലം തികയും മുമ്പേ അവർ പിടിപെട്ടുപോയി, അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാം, സർവശക്തൻ ഞങ്ങളോട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. ആ വാക്ക് കണ്ടോ? കാലം തികയും മുമ്പേ പിടിപെട്ടുപോയി, അവരുടെ അടിസ്ഥാനങ്ങൾ നദി പോലെ ഒഴുകിപ്പോയി. ആരാണിവര്? പുരാതന മനുഷ്യര്, നോഹയുടെ കാലത്തെ ജനങ്ങൾ. അവരുടെ കാലം തികയുന്നതിന് മുമ്പേ നദി പോലെ അടിസ്ഥാനങ്ങൾ ഒഴുകിപ്പോയി. എന്തായിരുന്നു അവരുടെ പാപം? അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാം, സർവശക്തൻ ഞങ്ങളോട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. മറ്റൊരു വാക്യം 21-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നോക്കിയേ. ഇയ്യോബിന്റെ പുസ്തകം തന്നെ 21-ന്റെ-14. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാം, നിന്റെ വഴികളെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഞങ്ങളെ വിട്ടുപോകണം. ഞാനിത് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു വാക്യമുണ്ട്. അതായത് മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഗദരദേശത്തിലൊരു ഭൂതഗ്രസ്തനുണ്ടായിരുന്നു. ആ ഭൂതഗ്രസ്തനെ കർത്താവ് സുഖപ്പെടുത്തി. ഗദരദേശക്കാർ കർത്താവിനോട് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ അതിര് വിട്ടു പോകണം, ഡിപ്പാർട്ട് ഫ്രം അസ്. എന്താ കാരണം? അവർക്ക് കർത്താവ് സൗഖ്യമാക്കിയതല്ല വിഷയം, കർത്താവ് നന്മ കൊടുത്തതല്ല വിഷയം. അവരുടെ വിഷയം അവരുടെ ഭൗമിക നേട്ടമായിരുന്നു. അവരുടെ പന്നികൾ അവർക്ക് നഷ്ടമായി, അവരുടെ സമ്പത്തിന് ഉലച്ചിൽ സംഭവിച്ചു. അതുകൊണ്ട് നീ ഞങ്ങളുടെ അതിരുകൾ വിട്ടുപോകണം. ഈ പുരാതന കാലത്തും അവരെന്തായിരുന്നു? കായീന്റെ വംശത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? ലോകത്തിന്റെ പ്രതാപം, ലോകത്തിന്റെ മഹത്വം, ലോകത്തിന്റെ ഇമ്പങ്ങൾ, ലോകത്തിന്റെ ഔന്നത്യം, ലോകത്തിന്റെ പേര്. ശേത്തിന്റെ വംശവും അതുപോലെ ആയി മാറി. നോഹ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവരൊരുപോലെ പറഞ്ഞ വാക്ക് ഞങ്ങളെ വിട്ടുപോകണം. നോക്കുക, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ ലോകത്തിൽ സ്ഥാപിച്ചത് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവർ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവത്തെ വാസ്തവത്തിൽ അബോളിഷ് ചെയ്തുകൊണ്ട് രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുത്തുവാൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ ശ്രമിച്ചു. വേണ്ട, അമേരിക്ക ഒന്നെടുത്താട്ടെ, ലോകത്തിലെ ഏക പ്രൊട്ടസ്റ്റന്റ് രാജ്യം. അവർ വാസ്തവത്തിൽ ആ രാജ്യം കെട്ടിപ്പടുത്തിയത് ദൈവവിശ്വാസത്തിലാണ്. അവരുടെ ഓരോ കറൻസികളും നാണയത്തുട്ടിലും അടിച്ചു വെച്ചു, ഇൻ ഗോഡ് വി ട്രസ്റ്റ്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവരുടെ നിയമവലികൾ എഴുതി ഉണ്ടാക്കിയത് ബൈബിളിന്റെ പ്രമാണങ്ങളെ ആസ്പദമാക്കിയാണ്. ടാക്സുകൾ തന്നെ ദൈവവേലയ്ക്ക് കൊടുക്കുന്ന പണത്തിൽ നിന്ന് ഇളവുകൾ അവർക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം ദൈവിക വ്യവസ്ഥിതിയെ അടിസ്ഥാനപ്പെടുത്തി നിയമങ്ങൾ എഴുതി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രമായിരുന്നു അമേരിക്ക. അമേരിക്ക എന്ന് പറയുമ്പോൾ 1620 ഇംഗ്ലണ്ടിൽ നിന്ന് പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന വളരെ വിശുദ്ധിക്ക് ഊന്നൽ കൊടുത്ത ഭക്തന്മാരായ മനുഷ്യർ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്നും മറ്റും അമേരിക്കയിലോട്ട് 1620 കുടിയേറി. ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും അവരോട് ജീവിപ്പാൻ ആരംഭിച്ചു. അവരങ്ങനെ ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്തി. കാലങ്ങൾ കഴിഞ്ഞു. ആധുനിക തലമുറയിൽ നോഹയുടെ കാലം പറഞ്ഞ പോലെ അവർ പറയുവാൻ തുടങ്ങി. സ്കൂളുകളിൽ വേദപുസ്തക വായന നിർത്തി. ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങൾക്ക് അവർ വിഘ്നം വരുത്തി. സ്വവർഗഭോഗികളുടെ വിവാഹങ്ങൾ നിയമപരമായി സാധൂകരിച്ചു കൊടുത്തു. ദൈവ വ്യവസ്ഥിതികൾക്കെതിരായി എല്ലാം ഒരുക്കിയെന്ന് മാത്രമല്ല, അവരുടെ സ്കൂളുകളിലും കോളേജുകളിലും ബൈബിൾ വായിക്കുന്നവരെ നിയമം കൊണ്ട് അവരെ അബോളിഷ് ചെയ്തു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവകാര്യങ്ങൾ അവർക്ക് കേൾക്കണ്ട. നോഹയുടെ കാലത്ത് പറഞ്ഞതുപോലെ അവർ അത്യുന്നതനോട്, ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോ, ദൈവത്തിന് ഞങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയും?
ദൈവത്തെക്കുറിച്ച് ഭയമില്ല. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ഒരു കൂട്ടം രാഷ്ട്രങ്ങൾ ദൈവത്തെ ഇല്ലാതെ രാഷ്ട്രം കെട്ടിപ്പടുത്തുവാൻ ശ്രമിച്ചു. ദൈവത്തെ ദൈവനാമത്തിൽ വാസ്തവത്തിൽ അടിത്തറ ഭാഗിക്കൊണ്ട് രാഷ്ട്രങ്ങളെ പടുത്തുയർത്തിയ അമേരിക്ക മുതലായ രാഷ്ട്രങ്ങൾ ഇന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ നിയമങ്ങൾ കൊണ്ട് തന്നെ ദൈവത്തെ അവർ അകറ്റി നിർത്തുകയാണ്. നോഹയുടെ കാലത്ത് സംഭവിച്ചെന്താണ്? നമ്മളിവിടെ വായിച്ചതുപോലെ ദുഷ്ടമനുഷ്യർ നടന്ന മാർഗം, പുരാതന ലോകം, കാലം തികയും മുമ്പേ അവർ പിടിപെട്ടുപോയി. അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകണം. നോഹയുടെ കാലം പോലെ തന്നെ നമ്മുടെ കർത്താവ് വരുവാൻ താമസിച്ചാൽ, കാലം അല്പം കഴിയുമ്പോൾ കരിസ്മറ്റിസത്തിന്റെ ആവിർഭാവം, ക്രിസ്തീയ സമൂഹത്തിൽ ദൈവത്തെ സ്നേഹിച്ചിരുന്ന വലിയൊരു സമൂഹം വാസ്തവത്തിൽ കായിന്റെ വഴിയിലേക്ക്, ഭൗമിക നേട്ടങ്ങൾക്ക് വേണ്ടി യഥാർത്ഥമായി ക്രൂശിന്റെ വചനമില്ലാത്ത ഇടങ്ങളിലേക്ക് അവർ പോകുവാനായിട്ട് തുടങ്ങുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ പ്രസംഗങ്ങളുടെ മധ്യത്തിൽ കാൽവരി ക്രൂശ് ഉയർത്തപ്പെടുന്നുണ്ടോ? യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ പറയുന്നുണ്ടോ? ഇല്ല. ഭൗമിക നേട്ടങ്ങളും ഭൗമിക നന്മകളും രോഗസൗഖ്യവും ലോകത്തിന്റെ നേട്ടങ്ങളും അത് കായിന്റെ വംശം ആഗ്രഹിച്ച മാർഗമാണ്, കായിന്റെ വംശത്തിന്റെ മാർഗമാണ്. എന്നാൽ നമ്മൾ ഓർത്തതുപോലെ ശേത്തിന്റെ വംശം അതുപോലെയായി മാറി. ശേത്തിന്റെ വംശം അങ്ങനെയായി മാറി. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 6-ാം അധ്യായം എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നോക്കാട്ടെ. ദൈവത്തെ അറിഞ്ഞൊരു തലമുറയുണ്ടായിരുന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായെന്ന് കണ്ടു. സകല ജഡവും, ആ വാക്ക് നോക്കി, സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കി. കായിന്റെ വംശം മാത്രമല്ല, ശേത്തിന്റെ വംശവും വഴി വഷളാക്കി. സകല ജഡവും വഷളാക്കി. എന്നാൽ അതിന് മുമ്പിൽ ഒരു കാര്യമുണ്ട്, 11-ാം വാക്യം. ആ 11-ാം വാക്യം, എന്നാൽ ഭൂമി ദൈവത്തിന് മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. നോക്കുക, നോഹയുടെ കാലം 7-ാമത്തെ തലമുറ കഴിഞ്ഞ് ആ ജലപ്രളയം സംഭവിക്കുന്നതിന് മുമ്പ് വന്നിരിക്കുന്ന ആ സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നു, ദൈവമുമ്പാകെ ഭൂമി വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. ഇംഗ്ലീഷ് ഇത് വായിച്ചാൽ, ദ എർത്ത് വാസ് കറപ്റ്റ് ആൻഡ് എർത്ത് വാസ് ഫിൽഡ് വിത്ത് വയലൻസ്. 2 പാപം. എന്താ പാപം? കറപ്ഷനും വയലൻസും. കറപ്ഷനും വയലൻസും. ഞാൻ ചോദിച്ചോട്ടെ, കറപ്ഷൻ ഇല്ലാത്ത ഇടമുണ്ടോ ഇന്ന് എവിടെയും? സാമൂഹിക വ്യവസ്ഥിതിയിൽ കറപ്ഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വ്യവസ്ഥിതി നമുക്ക് കാണുവാൻ കഴിയുമോ? ഇല്ല. എല്ലാ ഇടങ്ങളിലും, ഞാൻ വിശദീകരിക്കുന്നില്ല, ഏത് തുറയിൽ കടന്നു ചെന്നാലും കറപ്റ്റഡായിരിക്കുന്ന, കറപ്ഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, എന്നെ കേൾക്കുന്നവർ മറക്കരുത്, നോഹയുടെ കാലത്ത് ദൈവം ന്യായം വിധിക്കുന്നത് ഭൂമി മുഴുവൻ കറപ്റ്റഡായ സമയത്താണ്. 2, ഭൂമി വഷളത്തരം കൊണ്ട്, അതിക്രമം കൊണ്ട് നിറഞ്ഞു. അതിക്രമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വയലൻസ്. വയലൻസ്. ലാമക്ക് നിയമം തൻ്റെ കയ്യിലെടുത്തു, മനുഷ്യനെ ഞാൻ കൊല്ലും. വയലൻസ്. ഇന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ അടുത്ത ദിവസം പത്രങ്ങൾ എന്താ വായിച്ചുകൊണ്ടിരുന്നത്? മതപരമായും രാഷ്ട്രീയമായിട്ടും എത്രയോ പേരെ വെട്ടിക്കൊല്ലുകയാണ്. എത്രയോ അതിക്രമം, എത്രയോ വയലൻസ് ആണ് നമ്മുടെ ചുറ്റും ദിനംതോറും സംഭവിക്കുന്നത്. ഇത് വർദ്ധിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ക്ഷമിക്കണം, മതത്തെ അധിഷ്ഠിതമാക്കിയും രാഷ്ട്രീയ സംഗതികളെ അധിഷ്ഠിതമാക്കിയും എല്ലാവരും അവരുടെ താഴെയുള്ള യൗവനക്കാരെ ഈ അതിക്രമങ്ങൾ ചെയ്യുവാൻ വാസ്തവത്തിൽ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. കുറുവടികളും കുന്തങ്ങളും വാളുമെടുത്തും ബോംബെടുത്തും ശത്രുവിനെ നിഗ്രഹിപ്പാൻ വേണ്ടി പരിശീലനം കൊടുത്തുകൊണ്ട് ഇളം തലമുറകളെ വാർത്തെടുക്കുമ്പോൾ ദൈവജനത്തെ ആസ്പദമാക്കി ഞാൻ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തു വരുന്നതിന് അല്പം മുമ്പ് നോഹയുടെ കാലത്ത് ലോകം വയലൻസ് കൊണ്ട് നിറഞ്ഞതുപോലെ നിറയും. വെളിപ്പാട് ദിവസം 6-ാം അധ്യായത്തിന്റെ അതിൻ്റെ 2-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ മനുഷ്യർ അന്യോന്യം കൊല്ലുന്നു. ഇന്നത് കാണുമ്പോൾ ദൈവജനം അത്ഭുതപ്പെടരുത്, അതിശയിക്കരുത്. കറപ്ഷൻ കൊണ്ട് നിറയുന്നു, വയലൻസ് കൊണ്ട് നിറയുന്നു. ഭക്തന്മാരെന്ന് ചിന്തിച്ചിരുന്ന ശേത്തിന്റെ വംശം കായിന്റെ വംശത്തിലേക്ക് മാറിപ്പോകുന്നു. നമ്മളിവിടെ ഓർത്തതുപോലെ സകല ജഡവും ഒരുപോലെ ദൈവസന്നിധിയിൽ അവരുടെ വഴി വഷളാക്കി. മാത്രമല്ല,
ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന് അധിഷ്ഠിതമാക്കി ഈ രാഷ്ട്രങ്ങളെ കെട്ടിപ്പടുത്തിയ രാഷ്ട്രങ്ങൾ പോലും ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകണം എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്കോർക്കുക. നോഹയുടെ കാലം പോലെ തന്നെ, നോഹയുടെ കാലം പോലെ തന്നെ. നോഹയുടെ കാലത്ത് മെഥൂശലഹ് ഒരു അടയാളമായിരുന്നു. ഈ അടയാളം കൊടുത്തിട്ടും മനുഷ്യൻ ഈ വിധത്തിൽ ദൈവഭക്തി ഇല്ലാതെ കറപ്ഷൻ കൊണ്ടും വയലൻസ് കൊണ്ടും നിറയുകയും ഭൗമിക കാര്യങ്ങളിലേക്ക് അവൻ ഇറങ്ങിപ്പോവുകയും ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകണമെന്ന് പറയുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ കൺമുമ്പിൽ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ഏറ്റവും വലിയ അടയാളമായി ഇസ്രായേൽ രാഷ്ട്രത്തെ ദൈവം നമുക്ക് തന്നിട്ട്, നമ്മുടെ കൺമുമ്പിൽ വരച്ചു തന്നിട്ട്, ദിനംതോറും അവരൊരു അടയാളമായി നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ നാം വാസ്തവത്തിൽ അതിൻ്റെ ഗൗരവം കൊണ്ട് പിടിക്കപ്പെട്ടവരായി, ഭയഭക്തിയുള്ളവരായി, നോഹയെക്കുറിച്ച് വായിക്കുന്നത് പോലെ ഹി വാസ് മൂവ്ഡ് വിത്ത് ഫിയർ. അവൻ ഭയം മൂലം അവൻ ചലിച്ച് തൻ്റെ കുടുംബത്തിനു വേണ്ടി ഒരു പെട്ടമൊരുക്കുവാൻ ഒരുങ്ങിയതുപോലെ എത്രയോ ഭയത്തോടെ നമ്മൾ ജീവിക്കണം, എത്രയോ ഭക്തിയോടെ ജീവിക്കണം. ദൈവം ഒരുക്കിയ പെട്ടകം, അതിലൂടെ രക്ഷ പ്രാപിക്കണം. കാൽവറി ക്രൂശ് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയാണ്. ദൈവപുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞ് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വാസ്തവത്തിൽ ഒരു വലിയ രക്ഷാമാർഗം ഒരുക്കിയെടുത്തിട്ടും അതിൽ കയറുവാൻ ആവശ്യപ്പെട്ടിട്ടും മനുഷ്യൻ കയറുന്നില്ല, അതിനെ അവഗണിച്ച് കളയുകയാണ്. എബ്രാഹിം കർത്താവ് പറയുന്നു, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇഫ് വി നെഗ്ലക്ട് സച്ച് എ ഗ്രേറ്റ് സാൽവേഷൻ, നെഗ്ലക്ട് ചെയ്യുക. പെട്ടകം ഒരുക്കിയിട്ടുണ്ട്, അകത്ത് കയറിയാൽ മതി. എത്രയോ പണിപ്പെട്ടാണ് ആ പെട്ടകം ഒരുക്കിയത്. മനുഷ്യന് കയറുവാനായിട്ട് ആഗ്രഹമില്ല, അവരതിനെ നെഗ്ലക്ട് ചെയ്യുകയാണ്, ദൈവജനത്തിന് പ്രാധാന്യത കൽപ്പിക്കുന്നില്ല. രക്ഷിക്കപ്പെടുവാൻ ആവശ്യപ്പെടുമ്പോൾ ക്രൂശിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ നമ്മുടെ കൺമുമ്പിൽ വാസ്തവത്തിൽ ഒരുക്കി തന്നപ്പോൾ, അതിലൂടെ രക്ഷപ്പെടുവാൻ ആവശ്യപ്പെടുമ്പോൾ അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് അതിനെ അവഗണിച്ച് കളയുകയാണെങ്കിൽ ദൈവത്തിന് എങ്ങനെ രക്ഷിപ്പാൻ കഴിയും? രക്ഷിപ്പാൻ കഴിയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മോട് പറഞ്ഞത്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവിൽ സംഭവിക്കും. നോഹയുടെ കാലത്ത് സംഭവിച്ചത് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഭൗമിക കാര്യങ്ങളുടെ പുറകെ പോയൊരു വംശം, കയീൻ്റെ വംശം, ജഡ ഉല്ലാസങ്ങൾക്കും ജഡസംതൃപ്തിക്കും ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കും വേണ്ടി പോയൊരു വംശം, ദൈവത്തെ ആരാധിച്ച ശേത്തിൻ്റെ വംശം, ദൈവം വെളിപ്പാട് കൊടുത്ത ശേത്തിൻ്റെ വംശം, മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടായിരുന്ന ശേത്തിൻ്റെ വംശം. കയീൻ്റെ വംശം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ശേത്തിൻ്റെ വംശം ദൈവത്തെ ആരാധിച്ച വംശമായിരുന്നു. 7ാമത്തെ തലമുറ കയീൻ്റെ വംശത്തിൽ ലാമക്ക്, ശേത്തിൻ്റെ വംശത്തിൽ ഹാനോക്ക്, ഹാനോക്കിൻ്റെ കൊച്ചുമകൻ നോഹ. പെട്ടകം ഒരുക്കിക്കോ, നിന്റെ മകൻ മരിക്കാൻ പോകുകയാണ്, അവൻ മരിച്ചു കഴിഞ്ഞാൽ ജലപ്രളയം വരും എന്നടയാളം കൊടുത്തു. യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് കർത്താവ് അത്തിവൃക്ഷം അടയാളമായിട്ട് നമുക്ക് നൽകി. അത്തി തളിർത്തിട്ട് ഇന്ന് 60 വർഷമായി. ഈ മെയ് മാസം 14-ാം തീയതി ആകുമ്പോൾ 60 വർഷമാകും. ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം വീണ്ടും തളിർത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് എത്രയോ അടുത്ത് കഴിഞ്ഞു. നമ്മൾ എത്രയോ ഭക്തിയോടെ ജീവിക്കണം. രക്ഷിക്കപ്പെടാത്തവർ തങ്ങളുടെ രക്ഷ ഉറപ്പുവരുത്തുകയും, രക്ഷിക്കപ്പെട്ട ദൈവജനം വാസ്തവത്തിൽ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭൗമിക നേട്ടങ്ങൾക്ക് വേണ്ടി ലോകത്തിന് പിറകെ പോകുന്ന തലമുറയുടെ മധ്യത്തിൽ ദൈവനത്തിൽ പറഞ്ഞ പോലെ അനന്യരും പരമാർത്ഥികളുമായി ജീവിക്കണം. ദൈവത്തിനായി നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.